ആനയെ തിന്നില്ല ഇവിടെ. ആരും ആനയെ തിന്നുന്നില്ല. ഇങ്ങനെ പൊണ്ണിപ്പിച്ച് വരാൻ, പൊണ്ണിപ്പിച്ച് വരിപ്പിക്കാൻ ആനയെ ഒന്നും തിന്നുന്നില്ല ഇവിടെ. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. വണ്ണം കുറയുക കേട്ടോ. കൂടുതലൊന്നും ഇതാക്കണ്ട. എങ്ങനെയാ എന്റെ ബോഡി ഷേപ്പ് എന്നുള്ളതിനൊക്കെ തെളിവുണ്ട്. ഈ കൂടുതലൊന്നും ആ ഷേപ്പ് ഒന്നും മാറത്തില്ല കേട്ടോ. എത്ര വർഷം കഴിഞ്ഞാലും ആ ഷേപ്പ് മാറത്തില്ല. മാറ്റുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. കോടതിയിലോട്ട് എഴുതി കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാ രോഗവും തീർത്തു തരുന്നുണ്ട്. രോഗങ്ങളൊക്കെ തീർത്തു തരാം. ഫോണും കൊണ്ടിരുന്നുള്ള രോഗമൊക്കെ തീർത്തു തരാം. നല്ലപോലെ ഫോണും കൊണ്ടിരിക്കുന്ന രോഗം ശരിക്കും തീർത്തു തരാം. ഫോണും കൊണ്ടിരിക്കുന്ന രോഗം കണ്ടവരുടെ ബ്ലൂ പ്രിന്റുമായിട്ട് ഇരുന്നുള്ള പരിപാടികളൊക്കെ നിർത്തി തരാം. ബ്ലൂ പ്രിന്റുമായിട്ട് ഇരുന്നുള്ള പരിപാടിയൊക്കെ നിർത്തിത്തരാം. എന്തുവാണേ പറയുന്നേ? വയറെല്ലാം വീർപ്പിക്കുമല്ലയോ? എന്താ തൂക്കേട്, ഗ്യാസ് അടിച്ച് വീർപ്പിയാണ് തുടങ്ങുന്നു രാവിലെ. മനുഷ്യർക്ക് നടക്കാൻ വയ്യാത്ത പോലെ അടിച്ച് വീർപ്പിക്കുന്നു. അടിച്ചൊന്നും വീർപ്പിക്കല്ലേ. ഈ സഭയമംഗലത്തിലെ അടുക്കളയാ. ഞാനും എൻ്റെ അമ്മയെ വിളമ്പിക്കുന്നത്. നീറ്റേട്ടനമ്മയും ദീപായക്കനൊക്കെ വിളമ്പിക്കുന്നത്. ഇതെല്ലാം അങ്ങോട്ട് ഇരുന്നുണ്ട് ഞാൻ. എനിക്കെല്ലാം ഇട്ട് തരാം. അന്നേരം രോഗമൊക്കെ തീർത്തു തരാം. ആരെ ഇവിടെ നിൽക്കുന്നതല്ല. കുരുടനൊന്നും അല്ല. ഒരു കുരുടനും ഇവിടെ ഒന്നും വരാറില്ല. കുരുടന്മാരെ ഒന്നും ഇവിടെ കയറ്റാറില്ല. കണ്ട പരത്ത കുരുടനെയൊന്നും കയറ്റുന്ന വീടല്ല. പരത്ത കുരുടനെയൊന്നും കുരുട്ടന്മാരെയൊന്നും കയറ്റിയിട്ടിരുന്നവരെ. കുയ്യാനെയും കാണിയാനെയും കുരുടനെയും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കുരുടനെയും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല. കുരുടൻ നടക്കുകയാണ്. കുരുടൻ നമ്മള് മീനാഴ്ചാറിന്റെ സ്ഥലം പറ്റിച്ചെടുത്തത്. പറയുക ഞങ്ങളങ്ങനെ പറ്റിച്ചെടുക്കാൻ നടക്കുമല്ലോ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. മീനാഴ്ചാറിന്റെ പറ്റിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. മീനാഴ്ചാറിന്റെ ആൾക്കാർ ഇതുവരെ പറഞ്ഞില്ല. മീനാഴ്ചാറിന്റെ പറ്റിച്ചെന്ന് കാശ് കൊടുത്തിട്ട് ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ മീനാഴ്ചാറിന്റെ മോളെ കല്യാണത്തിന് ഞാൻ മീനാഴ്ചാറിനെ അറിയുന്ന പോലെയില്ല. അഭിമാനം കാണുക. അന്നേരം ഇവിടെ അവരുടെ നിലം ജനങ്ങളിലേക്ക് അവർക്ക് 10,000 രൂപ കൊടുക്കണം. 10,000 രൂപ പിന്നെ ചുമ്മാ കിട്ടുമോ? 10,000 രൂപ കൊടുക്കണം. 10,000 അവര് വില 10 നിലം തന്നതനുസരിച്ച് വില കൊടുത്തു. എത്ര രൂപ കൊടുത്തു? അത്രയും രൂപ വാങ്ങിച്ചത്. അല്ലാതെ അതിനെപ്പോൾ പഠിച്ചിട്ടേ കോടതി നടത്തുമല്ലായിരുന്നു. സർക്കാർ എത്ര വർഷം കൊണ്ട് നടത്തുക പഠിപ്പിക്കാൻ? എത്ര നാളുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ? അങ്ങനെ എല്ലാവരുടെയും പറ്റിക്കാൻ അവരുടെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് അവര് കാശ് കൊടുത്തു. ആണോ? ആരാണ് ഇവന്റെ കയ്യിലായിരുന്നു. ഇവരെ അവരോട് വാങ്ങിച്ചത്. അങ്ങനെ എല്ലാ ഇവിടെയും കൂടി വാങ്ങിച്ചു. അവിടെ മാറി പെണ്ണുങ്ങളെ ഉണ്ടല്ലോ. എല്ലാവരെയും പറ്റിച്ചെടുക്കാൻ വന്നത്. പക്ഷേ അവരോടെയും പറ്റിക്കാൻ പറ്റില്ല. പറ്റിക്കാൻ പറ്റില്ല. പറ്റിച്ചാൽ എത്ര വർഷം കേസ് നടത്തി? എത്ര വർഷം കേസ് നടത്തി? 100 പവൻ വാങ്ങിക്കേണ്ട കാശായി. 100 പവൻ. എത്ര വർഷം കേസ് കണ്ണ് വലിയ വലിയ സൂക്കാട് കണ്ടല്ലോ. കല്യാണമായിരുന്നു ജോലി. ഒരു കേമച്ചാലാവുന്നില്ല. നമ്മളോട് കേമത്തലോട്ടൊന്നും നടക്കുന്നു. നമ്മളോട് കേമത്തലോട്ടാണ്. കേമത്തലോട്ടൊന്ന് കുറെ നടന്നു. കുറെ
ഇവൻ എന്നെ ബസ് കിട്ടാനത് സത്യസന്ധമായി ജീവിക്കണം കൂടെ കുറിച്ചു പഠിക്കാൻ ഒന്നും കിട്ടത്തില്ല. ഞങ്ങൾ കുറിച്ചു പഠിക്കാൻ പോയില്ല. വലിയ 45 ലക്ഷം രൂപ കിട്ടിയല്ലോ. എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം? എല്ലാ ആൾക്കാർ പറയുന്നേക്കണം എല്ലാം തിരിച്ച് പറിച്ചു കൊണ്ടുപോകുന്നു. എന്റെ വീട് കിടക്കുന്ന കണ്ടില്ലയോ? വലിയ പുത്തൻ വീടാണല്ലേ ഇവന്റെ. എന്താ പോലെ കിടക്കുന്നത്. മോളെല്ലാം കൊണ്ടുപോയി. മോനെല്ലാം റെഡിയാക്കി. ആൾക്കാർ പറയുന്ന മോള് വന്നല്ല ഫംഗ്ഷന് വന്നെന്ന് പറഞ്ഞോണ്ടെല്ലാം അടിച്ചോണ്ട് പോയി. ഏതാണ്ട് ഫംഗ്ഷന് വന്നെന്ന് പറഞ്ഞോണ്ടാ വന്നേ. ഇതിനാ വന്നത്. കാശിന് വന്നതാ. കാശ് കിട്ടിയപ്പോഴത്തേന് കാശെല്ലാം വന്ന് വാങ്ങിച്ചോണ്ട് പോയെന്ന്. മോനെ അടിച്ച് എല്ലാം റെഡിയാക്കി ഇട്ടേക്ക് കാശും കൊണ്ട് പോയി. കാശും കൊണ്ട് പോയെന്ന്. പാസ്ബുക്കുമായിട്ട് മോള് പോയെന്ന്. മരുമോള് വീടുണ്ടാക്കിയത് മറ്റേ ഗൾഫിലെ ഇൻഷുറൻസ്. അങ്ങനെയുള്ള ഇൻഷുറൻസ് പറ്റിക്കാനല്ലയോ നമ്മുടെ സുകുമാരക്കുറിപ്പ് ചാക്കോയെ നല്ല വലിയ തുകയ്ക്ക്. അന്നത്തെ കാലത്ത് സുകുമാരക്കുറിപ്പിന്റെ 50 ലക്ഷമോ 80 ലക്ഷത്തിനോ ഏതാണ്ട് അന്നത്തെ കാലത്ത് ഓർത്ത് നോക്കണം. അന്നത്തെ കാലത്ത് കേട്ടോന്നേ. അന്നത്തെ കാലത്ത് ആലോചിച്ച് പോയില്ലേ. അന്നത്തെ കാലത്ത് 80. അപ്പൊ ഇപ്പൊ എന്തായിരിക്കും അത് പറ്റിക്കാൻ ഒത്തിരി പേരെ ഇങ്ങനെ. അവനാ ഈ ഗൾഫിൽ കിടക്കുന്നവരെയൊക്കെ കൊണ്ടുവരുന്നത്. ഒത്തിരി പേരെ ഇവിടെ തന്നെ കൊണ്ടിട്ടില്ലയോ ഗൾഫിലുള്ളവരെല്ലാം. കണ്ട് സാഗേരയാ അണ്ണൻ എന്താ അറിയത്തില്ലയോ? ആരും പറഞ്ഞ അറിയത്തില്ലെന്ന്. ആഹാ ഇവിടെ കുറ്റിയിലെ ഒരുത്തൻ ചെറുക്കൻ. എത്രയോ എണ്ണത്തിന് ഞാൻ വക വരുത്തിയേക്കുന്നത്. അമ്മ മിണ്ടായി. പിന്നെ അതുപോലെ വളഞ്ഞടക്കാവിലുള്ള ഒരുത്തൻ. ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. വളഞ്ഞടക്കാവിൽ അമ്മയ്ക്കറിയാം ആ ചെറുക്കനെ കൊന്നത്. അറിയത്തില്ലെന്ന് ആര് പറഞ്ഞു? വളഞ്ഞടക്കാവിലെ ചെറുക്കനെ കൊന്നതൊക്കെ അമ്മയ്ക്കറിയാം. ആര് പറഞ്ഞു? അമ്മ തന്നെ എന്നോട് പറഞ്ഞാണല്ലോ ഇത്. അമ്മ തന്നെ എന്നോട് പറഞ്ഞു വളഞ്ഞടക്കാവിൽ വേണ്ട കച്ചി ഒരു ലോറിയൊക്കെ ഉള്ള അതിനടുത്തായിട്ടുള്ള ഒരു കച്ചിയൊക്കെ ഉള്ള ഒരു ലോറിയൊക്കെ ഉള്ള ഉണ്ടായിരുന്നു. അതിന് ആ വീടിന് പടിഞ്ഞാറേറ്റത്ത്. അതിൽ ചൂടാവട്ടെ. അങ്ങനെ ഇവനെ റെഡിയാക്കിയത്. മതിയല്ലോ. അങ്ങനെ എന്നെ അങ്ങ് റെഡിയാക്കി ജോബ് ലോസൊക്കെ വായിക്കാന്ന് വിചാരിച്ചോണ്ടാ കുറെ ആളുകളങ്ങ് ഉടുത്തൊരുങ്ങിയിരിക്കുന്നത്. ഉടുത്തൊരുങ്ങിയിരിക്കുക. ഇവിടെ ഇതുപോലെ ഒത്തിരി കൊല്ലാൻ നോക്കി കുറെ ആളുമാരും അമ്മമാരും എല്ലാം കൂടെ ഒത്തിരി അങ്ങ് കൊല്ലാൻ നോക്കി. അങ്ങനെ കൊന്നേച്ചല്ല ഇവന്മാരുടെ പേരിലോട്ട് കാശൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാ. ഇവന്മാരുടെ പേരിലോട്ട് കാശൊക്കെ വരുത്തി കാശൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാ ഓരോ അവന്മാരിങ്ങനെ അങ്ങ് അഭിനയിച്ച് വരിക. ഓരോ അവന്മാരങ്ങ് അഭിനയിക്കുക നമ്മുടെ ആരാണ്ടാണെന്ന്